നമസ്കാരം. ഇന്ന് നമ്മളൊരു പുതിയ പാഠഭാഗത്തിലെ ഓൾഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ 2006 മുതൽ ഏകദേശം 2018 വരെയുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഈ ഒരു വിവിധ വീഡിയോകളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ പാർട്ട് 1 തന്നെ ചാപ്റ്റർ 10 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അറ്റ്മോസ്ഫിയറിക് സർക്കുലേഷൻ ആൻഡ് വെതർ സിസ്റ്റം എന്നാണ്. അതായത് അന്തരീക്ഷ ചംക്രമണ വ്യൂഹങ്ങളും ദിനാന്തരീക്ഷ വ്യൂഹങ്ങളും എന്നുള്ളതാണ് ഈ പാഠത്തിലുള്ളത്. ഇവിടെ പ്രധാനമായിട്ടും നമ്മുടെ അന്തരീക്ഷത്തിലുള്ള വിവിധ അന്തരീക്ഷ മാറ്റങ്ങൾ മീൻസ് ക്ലൈമറ്റിക് ഫാക്ടേഴ്സ്, സീസണൽ ചേഞ്ചസിനെ കുറിച്ച് ഏതൊക്കെ ഫാക്ടേഴ്സാണ് കാരണമാകുന്നു എന്നുള്ളതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നു. എസ്പെഷ്യലി അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. ആ പ്രഷറിനെ ബേസ് ചെയ്തിട്ടുള്ള വിൻഡിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. അതിൽ പെർമനൻറ്റ് വിൻഡ്, സീസണൽ വിൻഡ്, ലോക്കൽ വിൻഡ്സ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വിൻഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ എയർ മാസസിനെ കുറിച്ചും ഒക്കെ തന്നെ നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൽ ഡിസ്കസ് ചെയ്യും. നമുക്ക് നോക്കാം, ചോദ്യങ്ങളിലേക്ക് പോകാം. അത് 2006 മാർച്ചിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. ഡ്യൂറിങ് ഡേ ടൈം ദ കോസ്റ്റൽ റീജിയൻസ് എക്സ്പീരിയൻസ് എ പെർട്ടിക്കുലർ വിൻഡ്, ഐഡൻറ്റിഫൈ ദ വിൻഡ്. ഒരു മാർക്കിൻ്റെ ചോദ്യമായിട്ടാണ് അത് വന്നിരിക്കുന്നത്. അതായത് ഡേ ടൈമിൽ പകൽ സമയത്ത് കോസ്റ്റൽ റീജിയൻസിൽ തീരപ്രദേശങ്ങളിൽ ഒരു പ്രത്യേകതരം വിൻഡ് കാറ്റുണ്ടാവും. ഏതാണ് ആ കാറ്റ് എന്നുള്ളത് വളരെ സിമ്പിളാണ്. നമുക്കറിയാം, തീരപ്രദേശങ്ങളിലെ കടലിനോട് എടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളിൽ അടിക്കുന്ന പകൽ സമയങ്ങളിൽ വീശുന്ന കാറ്റ് എവിടെ നിന്നുള്ളതായിരിക്കും? ഡെഫിനറ്റ്ലി ദാറ്റ് ഈസ് ഫ്രം കടലിൽ നിന്നായിരിക്കും. ഓക്കെ, അപ്പോൾ അത് സീ ബ്രീസ് ആണ്. അപ്പോൾ സീ ബ്രീസ് എന്നുള്ളതാണ് ഇവിടെ ഉത്തരമായിട്ട് നൽകേണ്ടത്. ഓക്കെ, ദെൻ 24th ഇവിടെ 2006 മാർച്ചിൽ തന്നെ ചോദിച്ച അതേ ക്വസ്റ്റ്യനിൽ തന്നെയുള്ള ചോദ്യമാണ്. എയർ മാസസ് ഡിറൈവ് ഇറ്റ്സ് characteristics mainly from the region of its origin. Justify this based on the characteristics of different types of air masses. നമ്മൾ എയർ മാസസിനെ ഡിറൈവ് ചെയ്യാനാണ്. അതിൻ്റെ സ്വഭാവ സവിശേഷതകൾ, അതിൻ്റെ ഓരോ എയർ മാസിൻ്റെയും വായുപിണ്ഡങ്ങളുടെ സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത് അത് ഒറിജിൻ ചെയ്യുന്ന സ്ഥലത്തു നിന്നാണ് എന്നുള്ളതാണ്. അത് അപ്പോൾ ഏത് ഫാക്ടറാണ് അതിനെ സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എയർ മാസ് എന്ന് ചോദിച്ചാൽ ഇവിടെ നമുക്ക് സ്കോർ 8 മാർക്ക് എന്ന് കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ 8 മാർക്കിൻ്റെ ചോദ്യം ഇപ്പം നിലവിലില്ല. അത് മാക്സിമം 6 മാർക്കാണ് വരിക. അപ്പം നല്ല ഒരു ഏരിയ ആണ്, ചോദിക്കാനുള്ള ഒരു ഏരിയ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ എയർ മാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരേ സ്വഭാവമുള്ള വലിയ വായുപിണ്ഡങ്ങൾക്കാണ് നമ്മൾ എയർ മാസ് എന്ന് പറയുക. ഓക്കെ, വായുവിൻ്റെ കൂട്ടത്തിനെയാണ്. അതിൻ്റെ ഒരേ സ്വഭാവമായിരിക്കും അതിന്. ദാറ്റ്സ് ബേസ്ഡ് ഓൺ ടെമ്പറേച്ചർ ആൻഡ് ആർദ്രത, ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചറിനെയും ഹ്യൂമിഡിറ്റിനെയും ബേസ് ചെയ്തിട്ടാണ് ആ വായുവിൻ്റെ സ്വഭാവം നിൽക്കുക എന്നുള്ളതാണ്. അത് ഒന്ന് രണ്ട് വാക്കുകളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എയർ മാസസ് ഏതാണെന്നുള്ളതാണ് അക്കോർഡിംഗ് ടു ദ ക്യാരക്ടറിസ്റ്റിക്സ്. അതിൽ പ്രധാനമായിട്ടും ഉഷ്ണമേഖല സമുദ്ര വായുപിണ്ഡം, അതായത് മാരിടൈം ട്രോപ്പിക്കൽ. ദെൻ സെക്കൻഡ് വൺ ഉഷ്ണമേഖല വൻകര മെറിടൈം കോണ്ടിനെൻറ്റ് എയർ മാസ്. ദെൻ ധ്രുവീയ സമുദ്രം മെറിടൈം പോളാർ എയർ മാസ്. ധ്രുവീയ വൻകര കോണ്ടിനെൻ്റൽ പോളാർ എയർ മാസ്. ദെൻ ആർട്ടിക് വൻകര കോണ്ടിനെൻ്റ് ആർട്ടിക് എയർ മാസ്. ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എയർ മാസിൻ്റെ പേരുകളൊക്കെ ഉണ്ട്. ആ പേരുകളൊക്കെ തന്നെ നിങ്ങളൊന്ന് നോട്ട് ചെയ്തിട്ട് ഒന്ന് പ്രത്യേകം നോക്കുക. ഒരു essay ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പം നല്ലൊരു ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഇത് ചോദിച്ചിരിക്കുന്നത് 2008 2008 ജൂണിൽ ചോദിച്ചൊരു ചോദ്യമാണ്. ഐ തിങ്ക് ഇറ്റ്സ് എൻ ഇംപ്രൂവ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇംപ്രൂവ്മെൻറ്റ് ചോദ്യപ്പെട്ടുള്ളതാണ്. 9ാമത്തെ ചോദ്യമായിട്ടാണ് വരുന്നത്. എയർ മൂവ്മെൻറ്റ് ഈസ് കോസ്ഡ് ബൈ ദ ഡിഫറൻസ് ഇൻ എയർ പ്രഷർ. വിൻഡ് മൂവ് ഫ്രം ഹൈ പ്രഷർ ടു ലോവർ പ്രഷർ റീജിയൻ. ഫിഗർ 1 below shows the horizontal distribution of the pressure along latitudes. Complete figure 2 by the showing the generalized system of planetary wind. ഓക്കെ, വായുചലനം സംഭവിക്കുന്നത് വായുമർദ്ദത്തിൻ്റെ വ്യത്യാസം മൂലമാണ്. വായു ഉയർന്ന മർദ്ദ പ്രദേശത്ത് നിന്നും താഴ്ന്ന മർദ്ദ പ്രദേശത്തേക്ക് ചലിക്കുന്നു. താഴെ കാണിക്കുന്ന ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് മർദ്ദത്തിൻ്റെ അക്ഷാംശത്തിൽ കൂടിയുള്ള തിരശ്ചീന വിതരണമാണ്. പ്ലാനറ്ററി വിൻഡിൻ്റെ പൊതുതത്വം കാണിക്കുന്ന വിധത്തിൽ ചിത്രം പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്കറിയാം, പ്രഷർ അക്കോർഡിംഗ് ടു ദ പ്ലാനറ്ററി പ്രഷർ ബെൽറ്റിനനുസരിച്ചിട്ടാണ് എന്തുണ്ടാവുന്നത്, നമ്മുടെ സ്ഥിരവാദങ്ങൾ അല്ലെങ്കിൽ ആഗോളവാദങ്ങൾ ഗ്ലോബൽ വിൻഡ് രൂപീകരിക്കപ്പെടുന്നത്. അപ്പോൾ ആ ഗ്ലോബൽ വിൻഡിൻ്റെ ഒരു പിക്ചറൈസേഷനാണ് നമ്മളിവിടെ 4 മാർക്കിൻ്റെ ചോദ്യം. നല്ലൊരു ചോദ്യമാണ്. പിക്ചറൈസേഷനാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ ചിത്രം ഒന്ന് ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് മനസ്സിലാവും. ട്രേഡ് വിൻഡും വെസ്റ്റേർഡ് വിൻഡും അതുപോലെ തന്നെ പോളാർ വിൻഡും. അത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ എങ്ങനെയാണ്, സദേൺ ഹെമിസ്ഫിയറിൽ ഉത്തരാർദ്ധഗോളത്തിൽ എങ്ങനെയാണ്, അതുപോലെ തന്നെ ദക്ഷിണാർദ്ധഗോളത്തിൽ എങ്ങനെയാണ്. ഇത് വളരെ കൃത്യമായിട്ട് നമ്മളൊന്ന് ചിത്രം വരച്ച്
സൂചിപ്പിക്കുക. ഇവിടെ ഇതിൽ തന്നെ നമുക്കുണ്ട് ഇക്വറ്റോറിയൽ ലോ പ്രഷറിൽ നിന്ന് എപ്പോഴും ഹൈ പ്രഷറിലേക്കാണ് വിൻഡ് വീശുന്നത്. അവിടുന്ന് ഇതുപോലെ തന്നെ ഈ സബ്പോളാർ ലോ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്കാണ് വിൻഡ് വീശുന്നത്. അങ്ങനെയുള്ള ആ ഒരു ടെക്നിക്ക് വെച്ചിട്ട് നിങ്ങൾ ഉത്തരം വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. ഇത് വേറെ പലതരത്തിലും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ്. അതുകൊണ്ട് നല്ലോണം പ്രാധാന്യം കൊടുക്കുക ഈ ഒരു മേഖലയിൽ. ഓക്കെ, പ്രഷർ ബെൽറ്റും അതുപോലെ തന്നെ ഗ്ലോബൽ വിൻഡ്, ആഗോളവാദം സംബന്ധിച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ അടുത്തത് നോക്കൂ. ഇവിടെ 2009 മാർച്ചിൽ ചോദിച്ചൊരു ചോദ്യമാണ്. മാച്ച് ദ ഫോളോയിങ് കറക്റ്റ്ലി ഐഡൻറ്റിഫൈങ് ദ ഐറ്റംസ് കോളം ബി ആൻഡ് സി കൺസിസ്റ്റ് ഗിവൺ ഇൻ ദ കോളം എ. എ കോളത്തിന് അനുയോജ്യമായത് ബി സി കോളത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതുക എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ എ കോളത്തിൽ കൊടുത്തത് കരക്കാറ്റ്, ഉഷ്ണമേഖല ചക്രവാതം, അന്തരീക്ഷമർദ്ദം ആൻഡ് സിറസ് മേഘങ്ങൾ. ഓക്കെ, ലാൻഡ് ബ്രീസ്, ട്രോപ്പിക്കൽ സൈക്ലോൺ, അറ്റ്മോസ്ഫിയർ പ്രഷർ ആൻഡ് സിറസ് ക്ലൗഡ്. അപ്പോൾ ഇവിടെ ബി കോളത്തിന് ചേർന്നത് ഏതാണെന്നുള്ള ലാൻഡ് ബ്രീസ് നമുക്കറിയാം. ലാൻഡ് ബ്രീസ് എന്ന് പറയുന്നത് അതിനോട് ഏറ്റവും യോജിച്ചത് ഏതാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ലാൻഡ് ബ്രീസ് ഇറ്റ് ഈസ് ഫോംഡ് ഇൻ നൈറ്റാണ്, രാത്രിയാണ് ലാൻഡ് ബ്രീസ് ഉണ്ടാവുക. കരയിൽ നിന്നും കടലിലേക്ക് കാറ്റ് വീശുന്നത് രാത്രി, ഫോംഡ് ഡ്യൂറിങ് ദ നൈറ്റ്. ഓക്കെ, അപ്പം കരക്കാറ്റിൻ്റെ എന്താണ് രാത്രികാലങ്ങളിൽ രൂപം കൊള്ളുന്നു. പിന്നെ അടുത്തത് ബി ഇതിന് അടുത്ത സി കോളത്തിൽ വരുന്നത് ഇവിടെ ഇതാണ്. കടലിനേക്കാൾ കുറഞ്ഞ ചൂടിൽ, ആ സമയത്താണ് കടലിനേക്കാൾ കുറഞ്ഞ ഉള്ളത് എന്ന് പറയുന്നത് രാത്രിയാണ്. അതുകൊണ്ട് രാത്രി രൂപപ്പെടുന്നതാണ് കരക്കാറ്റ് എന്ന് പറയുന്നത്. ഇനി ഉഷ്ണമേഖല ചക്രവാതം, ട്രോപ്പിക്കൽ സൈക്ലോണിന് അനുയോജ്യമായത് ബി കോളത്തിന് അനുയോജ്യമായത് ഉഷ്ണമേഖല ചക്രവാതം എന്നത് ന്യൂനമർദ്ദം കേന്ദ്രമാണ്. ന്യൂനമർദ്ദം മീൻസ് അത് ലോ പ്രഷർ സെൻറ്ററിൽ വരുന്നതാണ്. ഹൈ പ്രഷർ ചുറ്റും ലോ പ്രഷർ സെൻറ്ററിൽ വരുന്നതാണ് ഉഷ്ണമേഖല ചക്രവാതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പെക്യുലാരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഉദാഹരണം പോലെയാണ് ഒന്നിവിടെ കൊടുത്തിരിക്കുന്നത്. ഹരിക്കെയിൻസ് എന്ന് പറയുന്നതിൻ്റെ ഉദാഹരണമാണ്. ഓരോരോ ന്യൂനമർദ്ദങ്ങൾ ഡിഫറെൻറ്റ് നെയിമിലാണ് ഓരോരോ രാജ്യത്തിലും അല്ലെങ്കിൽ ഓരോരോ പ്രദേശങ്ങളിലും അറിയപ്പെടുന്നത്. ഹരിക്കെയിൻസ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ന്യൂനമർദ്ദമാണ്. ദെൻ സി അന്തരീക്ഷ മർദ്ദം. സിയിൽ അന്തരീക്ഷ മർദ്ദമാണ്. അത് അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത് ഇവിടെ ഇതിന് ഏറ്റവും യോജിച്ച് കിടക്കുന്നത് തുല്യ ഉന്നത രൂപങ്ങൾ, രാത്രി രൂപങ്ങളൊന്നും തുല്യമർദ്ദ മേഖലകൾ. അന്തരീക്ഷ മർദ്ദം എന്ന് പറഞ്ഞാൽ തുല്യമർദ്ദ മേഖലകൾ എന്ന് വേണം നമുക്ക് അതിനെ അങ്ങനെ യോജിപ്പിക്കാം. ഇനി തുല്യമർദ്ദ മർദ്ദമേഖല സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ അതിനെ കാണിക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് മില്ലി ബാറാണ്. അപ്പോൾ അത് ആ രീതിയിൽ കണക്ട് ചെയ്യാം. ഓക്കെ, അന്തരീക്ഷ മർദ്ദം, തുല്യമർദ്ദം, മില്ലി ബാർ. പിന്നെ ലാസ്റ്റ് വൺ സിറസ് മേഘങ്ങളാണ്. ഏറ്റവും ഉയരത്തിൽ കാണുന്ന മേഘങ്ങൾക്കാണ് സിറസ് മേഘങ്ങൾ. സിറസ്, സ്ട്രാറ്റസ്, നിംബസ്, ക്യുമുലസ് ഇങ്ങനെയുള്ള ആ ഒരു സ്ട്രാറ്റജി നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ആ ഒരു ലെവല് മീൻസ് ഫ്രം അപ്പർ ഫ്രം ലോവർ, അതിൻ്റെ ഹൈറ്റിനനുസരിച്ചിട്ടുള്ള ആ ഒരു ക്ലാസിഫിക്കേഷൻ അതൊന്ന് നിങ്ങൾ ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. ഇവിടെ സിറസ് എന്ന് പറയുന്നത് ഉന്നത മേഖലകളിൽ രൂപം കൊള്ളുന്നതാണ്. തൂവൽ പോലെയാണ് അതിൻ്റെ പ്രത്യേകത. ഇറ്റ്സ് ലൈക്ക് ഫെദർ പോലെ മീൻസ് പക്ഷിത്തൂവൽ പോലെ ഇങ്ങനെ കാണുന്ന, മേലെ വളരെ ആകാശത്ത് ക്ലിയർ സ്കൈയിൽ കാണുന്ന ഒരു മേഘങ്ങളുടെ കൂട്ടമാണ് ഇത് പറയുന്നത് സിറസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ മാച്ച് ദ ഫോളോയിങ് മാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 മാർക്കാണ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ 2010 മാർച്ച് ചോദിച്ചൊരു ചോദ്യമാണ്. ഡയഗ്രാം എ ആൻഡ് ബി ഗിവൺ ബിലോ ഷോ ടു ദ മേജർ ടൈപ്സ് ഓഫ് ലോക്കൽ വിൻഡ്സ്, ഐഡൻറ്റിഫൈ ദം ആൻഡ് റൈറ്റ് എ ബ്രീഫ് നോട്ട്. 4 മാർക്കിൻ്റെ ചോദ്യമാണ്. താഴെ തന്നിട്ടുള്ള എ ബി ചിത്രങ്ങൾ 2 പ്രാദേശിക വാദങ്ങളെ സൂചിപ്പിക്കുന്നു. ഇവ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി ഇവയുടെ രൂപീകരണത്തെക്കുറിച്ചൊരു ലഘുകുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളത് വളരെ സിമ്പിളാണ്. ഇവിടെ കൊടുത്ത ചിത്രത്തിൽ തന്നെ വ്യക്തമാണ് എന്താണെന്നുള്ളത്. സീ ഉണ്ട്, ലാൻഡ് ഉണ്ട്. അപ്പോൾ സീ ബ്രീസും ആണ്, ലാൻഡ് ബ്രീസും ആണ്. അപ്പോൾ സീ ബ്രീസും ലാൻഡ് ബ്രീസും എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നുള്ളത്, പകൽ സമയത്ത് കര നല്ലോണം ചൂടുണ്ടാവും. അപ്പോൾ ഇവിടെ ലോ പ്രഷർ ഉണ്ടാവുക. അതേസമയം പകൽ സമയത്ത് കമ്പാരിറ്റീവ്ലി കരയെ അപേക്ഷിച്ചിട്ട് അവിടെ ഈ സീ ഏരിയയിൽ ഹൈ പ്രഷറായിരിക്കും ഉണ്ടാവുക. അങ്ങനെ ആകുമ്പോൾ ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്കാണ് കാറ്റ് വീശുക. അപ്പം എന്താണ്, പകൽ സമയത്ത് ഇവിടുന്ന് ഇങ്ങനെ സീയിൽ നിന്നും കരയിലേക്ക് വീശുന്നു. അതിനെയാണ് നമ്മൾ കടൽക്കാറ്റ് അല്ലെങ്കിൽ സീ ബ്രീസ് എന്ന് പറയുന്നത്. ഇനി അത് ജസ്റ്റ് ഓപ്പോസിറ്റായിട്ടും ലാൻഡ് ബ്രീസിനെ കുറിച്ച് എഴുതുക രാത്രി സമയത്തുള്ളത്. ഓക്കെ, 4 മാർക്കിൻ്റെ ചോദ്യമായിട്ടാണ്. ചിത്രം അവിടെ തന്നിട്ടുണ്ട്. ചിത്രം തന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്തരം തന്നിരിക്കുന്നു എന്നർത്ഥം. ആ ചിത്രത്തിൽ നോക്കി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ദെൻ സെപ്റ്റംബർ 2010 ചോദിച്ചൊരു ചോദ്യമാണ്. അത് ഡയഗ്രാം എ ബി റെപ്രസെൻറ്റ് ദ 2 ടൈപ്സ് ഓഫ് ലോക്കൽ വിൻഡ്. ഇത് തന്നെയാണ്, അതുകൊണ്ട് ഞാൻ വിട്ടേക്കാണ്. സെയിം ചോദ്യം തന്നെ വീണ്ടും സെപ്റ്റംബർ 2010 ചോദിച്ചു.
ഇനി 14ാമത്തെ ചോദ്യം, താഴെ തന്നിട്ടുള്ള ചിത്രം ഏതെന്ന് കണ്ടെത്തി ABCD എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ള ഭാഗങ്ങൾ തിരിച്ചറിയുക. ഐഡന്റിഫൈ ദ ഫോളോയിങ് ഡയഗ്രാം ആൻഡ് റിക്കഗ്നൈസ് ദ കമ്പോണൻസ് മാർക്ക്ഡ് A, B, C, and D. ഈ ചിത്രങ്ങൾ ഏതാണെന്നാണ് തിരിച്ചറിയേണ്ടത്. അപ്പം ഇങ്ങനെ ഇക്വറ്റോറിയൽ റീജിയൻസിൽ ഒരു ABCD ഇങ്ങനെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇത് ഏതാണ്? യെസ്, ആഗോള മർദ്ദമേഖലയെ സൂചിപ്പിക്കുന്ന ചിത്രമാണ്. അപ്പോൾ നമ്മൾ A എന്നുള്ളത് ഇക്വറ്റോറിയൽ റീജിയൻ, ന്യൂനമർദ്ദ മേഖല, B എന്നുള്ളത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല, സബ് ട്രോപ്പിക്കൽ ലോ പ്രഷർ ബെൽറ്റ്, പിന്നെ സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്, പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്, ഇങ്ങനെയുള്ള ആ ബെൽറ്റുകളുടെ പേര് എഴുതി ചേർത്താൽ മതി. ABCD 2 മാർക്കിൻ്റെ ചോദ്യമാണ്. ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡേർഡിൽ ചിലപ്പോൾ 4 മാർക്കിൻ്റെ ചോദ്യം വരാം. ജസ്റ്റ് ഒന്ന് ഏതെങ്കിലും ഒരു പ്രഷർ മേഖല എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ ചിലപ്പോൾ ചോദിക്കും. അപ്പം മർദ്ദ മേഖല എന്നുള്ളത് നല്ലവണ്ണം കാര്യമായിട്ട് നോക്കുക എന്നർത്ഥം. ഓക്കെ, ദെൻ അടുത്തത് ഡയഗ്രാം ഷോസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രഷർ ബെൽറ്റ് ആൻഡ് വിൻഡ് ആർ ഗിവൺ ബിലോ. ഐഡന്റിഫൈ ദ വിൻഡ്സ് ബിറ്റ്വീൻ പ്രഷർ ബെൽറ്റ്സ് ആൻഡ് മേക്ക് എ ഷോർട്ട് നോട്ട് ഓഫ് ദം. ബ്രീഫ്ലി ഡിസ്കസ് ദ ഫാക്ടേഴ്സ് കൺട്രോളിംഗ് വിൻഡ് ഡയറക്ഷൻ ആൻഡ് വെലോസിറ്റി. വിവിധ മർദ്ദമേഖലകളുടെയും കാറ്റുകളുടെയും വിതരണമാണ് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. മർദ്ദമേഖലകൾക്കിടയിൽ വീശുന്ന കാറ്റുകൾ ഏതൊക്കെയെന്ന് കണ്ടെത്തി ലഘുകുറിപ്പ് തയ്യാറാക്കുക. കാറ്റുകളുടെ ദിശയെയും വേഗതയെയും നിയന്ത്രിക്കുന്ന ഘടകങ്ങളെക്കുറിച്ച് ചുരുക്കി വിവരിക്കുക എന്നുള്ളതാണ്. പേരും നേരത്തെ പറഞ്ഞ പോലെ ചിത്രത്തിൽ അവിടെ ഓൾറെഡി കൊടുത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വലിയ വിഷമം ഉണ്ടാവില്ല. ഇത് പ്ലാനറ്ററി വിൻഡിനെ സൂചിപ്പിക്കുന്നതാണ് ഈ ഒരു ചിത്രം. അപ്പം പ്ലാനറ്ററി വിൻഡിനെ സൂചിപ്പിക്കുന്ന കാറ്റിൻ്റെ ദിശയും നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ, കാറ്റിൻ്റെ ദിശയും വേഗതയും നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ ഏതാണെന്ന് കൂടി നമ്മളൊന്ന് ചുരുക്കി വിവരിക്കേണ്ടതുണ്ട്. നിങ്ങൾക്കറിയാം, അതിന് 3 ഘടകങ്ങളാണ് പ്രധാനമായി കാറ്റിൻ്റെ ദിശയും വേഗതയും സ്വാധീനിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് പ്രഷർ ഗ്രാഡിയൻറ്റ് ഫോഴ്സ്, അതുപോലെ തന്നെ ഫ്രിക്ഷൻ, ഇങ്ങനെയുള്ള 3 ഘടകങ്ങൾ. പിന്നെ ഏതാ ഒന്നും കൂടി ഉണ്ടല്ലോ, ഫ്രിക്ഷൻ, അതുപോലെ തന്നെ ഏതാണ് 3 ഘടകങ്ങൾ, 3 ഫാക്ടേഴ്സ് ഏതൊക്കെയായിരുന്നു? യെസ്, നോക്കാം, നമുക്ക് അടുത്ത ചോദ്യത്തിലൊക്കെ വരുന്നുണ്ടത്. അപ്പോൾ നമുക്ക് അത് പറയാം. യെസ്, മർദ്ദ ചെരിവ് മാനബലം, കോറിയോലിസ് ബലം ആൻഡ് ഘർഷണം, ഇങ്ങനെ 3 ഫാക്ടേഴ്സാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. 4 മാർക്കിൻ്റെ ചോദ്യമാണ്. ദെൻ 22 ഫ്രം മാർച്ച് 2012 ഒരു ചോദ്യം. കൺസിഡർ ദ ഫോളോയിങ് ഡയഗ്രാം ആൻഡ് ഐഡന്റിഫൈ ദ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് ആൻഡ് വിൻഡ്സ്. ബ്രീഫ്ലി ഡിസ്കസ് ദ സാലന്റ് ഫീച്ചേഴ്സ് ഓഫ് പ്ലാനറ്ററി വിൻഡ് സിസ്റ്റം. ചുവടെ നൽകിയ ചിത്രങ്ങളിൽ ന്യൂനമർദ്ദ മേഖലകളെയും നോക്കൂ, സെയിം തന്നെയാണ്. നേരത്തെ പറഞ്ഞ അതേ ചോദ്യം തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തതാണ്. ഞാൻ അതിലേക്ക് കടന്നില്ല. അടുത്ത 12ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രദേശങ്ങളിലുള്ള ഉഷ്ണമേഖല ചക്രവാകങ്ങൾ ഏതൊക്കെയാണ് പേരുകളിലാണ് അറിയപ്പെടുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഇവിടെ 2 സമുദ്രങ്ങളിലാണ് കൊടുത്തത്. അവിടുത്തെ ഉഷ്ണമേഖല സൈക്ലോണിക്, ട്രോപ്പിക്കൽ സൈക്ലോൺ എന്ത് പേരിലാണ് അറിയപ്പെടുന്നതാണ്? ഒന്ന് അറ്റ്ലാന്റിക് ഓഷ്യനിൽ എന്താണ്, ഓസ്ട്രേലിയയിൽ എന്താണെന്നുള്ളതാണ്. അറ്റ്ലാന്റിക് ഓഷ്യനിൽ ഇത് അറിയപ്പെടുന്നത് ഹരിക്കൻസ് എന്നാണ്. ഹറിക്കെയിൻ എന്നുള്ള പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അതേസമയം ഓസ്ട്രേലിയയിൽ ഇത് അറിയപ്പെടുന്നത് വില്ലി വില്ലീസ് എന്നാണ്. ഓസ്ട്രേലിയയിൽ വില്ലി വില്ലീസ് എന്നാണ്. ഇനി അതിൻ്റെ കൂട്ടത്തിൽ ഇന്ത്യൻ ഓഷ്യൻ ചോദിക്കുകയാണെങ്കിൽ അതിനെ അറിയപ്പെടുന്നത് സൈക്ലോൺ എന്നാണ്. സൈക്ലോൺ, ചക്രവാതം എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. നോർത്ത് പസഫിക് അതുപോലെ സദേൺ ചൈനയിൽ ഇത് അറിയപ്പെടുന്നത് ടൈഫൂൺ എന്ന പേരിലാണ്. അതിൻ്റെ കൂട്ടത്തിലൊന്ന് കൂട്ടി പറഞ്ഞെന്നുള്ളൂ. അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. ദെൻ 19 ഇതാ നോക്കൂ, സെയിം ചോദ്യം. ഞാൻ 2013 മാർച്ചിൽ സെയിം ആണ്, അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. സീ ബ്രീസ് ലാൻഡ് ബ്രീസിനെ കുറിച്ചിട്ടാണ്. നല്ലോണം നോക്കുക, വരാൻ സാധ്യതയുണ്ട്. 16ാമത്തെ ചോദ്യം സെയിം ആണ്. 2013 മാർച്ച് സെപ്റ്റംബറിൽ ചോദിച്ചാണ്. സെയിം ചോദ്യം ബേസ്ഡ് ഓൺ. ചോദ്യം നോക്കൂ, താഴെ കൊടുത്ത ചിത്രങ്ങളെ പ്രതിഭാസങ്ങൾ ഏതെന്ന് കണ്ടെത്തുക, അതിനെക്കുറിച്ച് അതിൻ്റെ വേർതിരിച്ചെഴുതുക, വ്യത്യാസം എഴുതുക എന്നുള്ളതാണ്. അപ്പം ഇവിടെ സീയും ലാൻഡും കണ്ടാൽ ഡെഫിനറ്റ്ലി അത് ഷുവറാണ്. അത് കടൽക്കാറ്റും കരക്കാറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യവും സെയിം ആണ്. ചിത്രം നൽകുന്ന പ്രതിഭാസത്തെക്കുറിച്ച് ഇതാ നോക്കൂ. ഇത് എത്ര പ്രാവശ്യമാണ് 2014 വന്നിട്ടുണ്ട്. ഇനി 13 ഇത് അവിടെ തന്നിരിക്കുന്നതും ഏകദേശം സെയിം തന്നെയാണ്. താഴെ തന്നിട്ടുള്ള ചിത്രത്തിൽ ABC എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ള ആഗോളവാദങ്ങൾ ഏതൊക്കെയെന്ന് കണ്ടെത്തി അവയുടെ ഓരോ സവിശേഷതകൾ എഴുതുക എന്നുള്ളതാണ്. ഇതിങ്ങനെ ഒരു പെർമനൻറ്റ് വിൻഡിൻ്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ. അപ്പോൾ ഇത് ഏതൊക്കെയാണ്? ABC 3 വാദങ്ങളാണ് നമുക്കുള്ള. ട്രേഡ് വിൻഡും, വെസ്റ്റേർലി വിൻഡും, അതുപോലെ പോളാർ വിൻഡും. വാണിജ്യവാദങ്ങൾ, പശ്ചിമവാദങ്ങൾ, അതുപോലെ പോളാർ വിൻഡ്, ധ്രുവീയവാദങ്ങൾ. ഈ 3 വിൻഡിൻ്റെ പേര് എഴുതിയാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചിട്ട് ഓരോന്നും എവിടെ നിന്ന് എങ്ങോട്ടാണ് വീശുന്നത് എഴുതിയാൽ മതി. സിമ്പിളാണ്. 3 മാർക്കിൻ്റെ ചോദ്യമായിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി 11ാമത്തെ താഴെ തന്നിട്ടുള്ള ചിത്രത്തിനെ അടിസ്ഥാനമാക്കി ഉത്തരം എഴുതുക. ആഗോള മർദ്ദ മേഖലയുടെ പേര് എഴുതുക. നെയിം ദ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്. നേരത്തെ ചോദിച്ചത് തന്നെയാണ്. ആഗോളവാദങ്ങളെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളത്. അതാണ് നമുക്ക് 2014 ഓഗസ്റ്റിലും ചോദ്യം സെയിം തന്നെ, സെയിം ഏരിയയാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി 5ാമത്തെ ചോദ്യം, കാലികവാദങ്ങളും പ്രാദേശികവാദങ്ങളും തമ്മിലുള്ള വ്യത്യാസം
വ്യക്തമാക്കുക എന്നുള്ളതാണ്. ഹിയർ ഡിഫറൻഷ്യൽ ബിറ്റ്വീൻ ദ സീസണൽ ആൻഡ് ലോക്കൽ വിൻഡ് എന്നുള്ളത്. സീസണൽ വിൻഡ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ക്ലൈമറ്റിക് സീസണിൽ വരുന്ന മീൻസ് ഇന്നെ വർഷത്തിലൊരു മന്തിൽ വരുന്ന വിൻഡിനെയാണ് നമ്മൾ സീസണൽ വിൻഡ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളെ മൺസൂൺ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ വരുന്നതാണ്, അതിനാണ് സീസണൽ വിൻഡ്. ലോക്കൽ വിൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു പ്രദേശത്ത് വീശുന്ന കാറ്റ്, ആ പ്രദേശത്തിലുള്ള ക്ലൈമറ്റ് അന്തരീക്ഷ സ്ഥിതി അനുസരിച്ച്, വെതർ കണ്ടീഷൻ അനുസരിച്ചിട്ട് ഉണ്ടാവുന്ന വിൻഡിനെയാണ്, കാറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ലോക്കൽ വിൻഡ്സ് എന്ന് പറയുന്നത്. ആ ഒരു ഡിഫറൻസ് ഒന്നും നിങ്ങൾ സൂചിപ്പിച്ചാൽ മതി. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ 2015 ചോദിച്ചിരിക്കുന്നത് നോക്കൂ. 2015 സെപ്റ്റംബറിൽ ഇംപ്രൂവ്മെൻ്റ് എക്സാം ചോദിച്ചിരിക്കുന്നത് തന്നിരിക്കുന്ന കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ ഏതൊക്കെയാണെന്ന് സെയിം ചോദ്യം തന്നെ വീണ്ടും ചോദിച്ചിരിക്കുന്നു. അവിടെ ഒരു ബി എന്നുള്ള ചോദ്യത്തിൽ വായുപിണ്ഡങ്ങളുടെ തരങ്ങൾ സൂചിപ്പിക്കുന്ന ചില അക്ഷരങ്ങളുടെ കോഡുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പം ഐഡൻറ്റിഫൈ ഈച്ച് ആൻഡ് റൈറ്റ് ദെയർ നെയിംസ് എന്ന് പറഞ്ഞു. ഓരോന്നിൻ്റെയും അക്ഷരങ്ങൾ നമ്മളത് നേരത്തെ സൂചിപ്പിച്ചതാണ്. എയർ മാസസ്, മെറിടൈം, കോണ്ടിനെൻ്റൽ, ട്രോപ്പിക്കൽ, ഇങ്ങനെ കോണ്ടിനെൻ്റൽ പോളാർ, മെറിടൈം പോളാർ. നമുക്ക് വളരെ എളുപ്പമാണത്, അതൊന്ന് ഓർത്താൽ മതി. മലയാളത്തിൽ പഠിക്കുന്നവരും ഇത് ഓർത്ത് വെക്കുന്ന മെറിടൈം, കോണ്ടിനെൻ്റൽ, ട്രോപ്പിക്കൽ, എന്താണ് പറയുന്നത് ട്രോപ്പിക്കലിനെയാണ്, ആ ഒരു പേരങ്ങ് എഴുതണം എന്നുള്ളൂ. ഓക്കെ. ഇനി അടുത്ത 2016 സെപ്റ്റംബറിൽ തന്നെ ചോദിച്ച വേറൊരു ചോദ്യം, 19ാമത്തെ ചോദ്യമായിട്ട് വായുപിണ്ഡങ്ങളുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ്. അവിടെ വായുപിണ്ഡങ്ങളുടെ വർഗീകരിക്കുന്നത് ഏത് മാനദണ്ഡ പ്രകാരമാണെന്നുള്ള ഒരു മാർക്കിൻ്റെ ചോദ്യമായിട്ടാണ്. അത് പ്രഭവ മേഖലയാണ്. പ്രഭവ മേഖല തന്നെ സോഴ്സ് റീജിയൻ എവിടെയാണോ അതിൻ്റെ സോഴ്സ് എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ സ്വഭാവം നിർണ്ണയിക്കുക. നമ്മൾ നേരത്തെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു എന്താണെന്നുള്ളത്. ഓക്കെ. അടുത്തത് 2017 മാർച്ചിലുള്ള ഒരു ചോദ്യമാണ്. നെയിം ദ സെൽ ഓഫ് എയർ സർക്കുലേഷൻ വിച്ച് സെറ്റ്സ് ദ പാറ്റേൺ ഓഫ് എയർ സർക്കുലേഷൻ ഇൻ ദ മിഡ് ലാറ്റിറ്റ്യൂഡ്. മധ്യ അക്ഷാംശീയ മേഖലയിലെ വായു ചംക്രമണത്തെ നിയന്ത്രിക്കുന്ന വായു ചംക്രമണ വ്യവസ്ഥയുടെ പേര് പറയുക എന്നുള്ളതാണ്. പ്രഭവ വായു ചംക്രമണ മേഖലയുടെ പേര് പറയുക എന്നുള്ളതാണ്. പ്രഭവ മേഖല എന്നുള്ള ഒരു അർത്ഥത്തിലാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. വായു ചംക്രമണ മേഖല അറിയപ്പെടുന്നത് മധ്യാക്ഷാംശീയ മേഖലയിലെ വായു ചംക്രമണത്തെ നിയന്ത്രിക്കുന്ന വായു ചംക്രമണ വ്യവസ്ഥയ്ക്ക് പറയുന്ന പേര് പ്രഭവ മേഖല എന്നാണ്. ഓക്കെ. ഇനി അടുത്തത് 21 കാറ്റിൻ്റെ വേഗതയെയും ദിശയെയും സ്വാധീനിക്കുന്ന ബലങ്ങൾ വിശദമാക്കുക എന്നുള്ളതാണ്. നേരത്തെ ഞാൻ പറഞ്ഞു കോറിയലിസ് പ്രഭാവം, മർദ്ദ ചെരിവ് മാനബലം, ദാറ്റ് മീൻസ് പ്രഷർ ഗ്രാഡിയൻറ്റ് ഫോഴ്സ്, ദെൻ ഫ്രിക്ഷൻ ഘർഷണം. ഓക്കെ. ഇങ്ങനെയുള്ള 3 ഘടകങ്ങളാണ് മെയിൻലി ഇതിനെ സ്വാധീനിക്കുന്നതിനെ കുറിച്ച് 1-2 സെൻറ്റൻസ് കൂടി കൂട്ടത്തിൽ എഴുതിയാൽ മതി. Then 14th one is based on write any 2 differences between tropical cyclone and temperate cyclone. ഉഷ്ണമേഖല ചക്രവാതങ്ങളും മിതോഷ്ണ ചക്രവാതങ്ങളും തമ്മിലുള്ള ഏതെങ്കിലും 2 വ്യത്യാസം എഴുതുക എന്നുള്ളത്. മെയിനായിട്ട് അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഉഷ്ണമേഖലയിലെ എന്ന് പറഞ്ഞാൽ ഉഷ്ണമേഖലയിലെ സമുദ്രങ്ങളിലാണ് ഉഷ്ണമേഖല ചക്രവാതം ഉണ്ടാവുക എന്നുള്ളതാണ്. ഇത് തീരത്തേക്ക് അതിശക്തമായ രീതിയിൽ വീശും. നമ്മൾ ഈ അടുത്തൊക്കെ ഇപ്പം കറണ്ടായിട്ട് വീശി ഒരുപാട് കാറ്റുകളെക്കുറിച്ചും ഉണ്ടാക്കിയ ദുരന്തങ്ങളെക്കുറിച്ചും ആന്ധ്രയിൽ നിരവധി ആളുകൾ മരിച്ചതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാവുന്നതാണ്. അതിശക്തമായ മഴയും അതുപോലെ തന്നെ കടലേറ്റവും ഉണ്ടാകുന്നതെന്നാണ് ഉഷ്ണമേഖല ചക്രവാതത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. നേരെ മറിച്ച് മിതോഷ്ണ മേഖല ഇത് എസ്പെഷ്യലി ഈസ്റ്റ് ടു വെസ്റ്റ് ആണ് ഇതിൻ്റെ ഒരു സഞ്ചാര ദിശ എന്ന് പറയുന്നത്. കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ് ഹരിക്കൈൻ, ടൈഫൂൺ, വില്ലീസ് എന്നുള്ള നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ആ പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് ചിലപ്പോൾ 4 മാർക്കിൻ്റെ ചോദ്യമൊക്കെയായിട്ട് വരുന്നതാണ്. അപ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കുകയാണ്. അതുപോലെ മിതോഷ്ണ മേഖല എന്ന് പറയുന്നത് മെയിൻലി മധ്യ അക്ഷാംശീയ മേഖലയിലാണ് ഇത് വീശുന്നത്. ഉയർന്ന അക്ഷാംശമുള്ള മധ്യ അക്ഷാംശം, അതുപോലെ തന്നെ ഉയർന്ന അക്ഷാംശം മോർ ദാൻ 40, 50, 60 ആ ഒരു ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് മേഖലയിൽ വീശുന്ന കാറ്റുകളാണ്, സൈക്ലോൺസാണ് ഈ മിതോഷ്ണ മേഖല അല്ലെങ്കിൽ ട്രോപ്പിക്കൽ ടെമ്പറേറ്റ് സൈക്ലോൺസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. നേരത്തെ പറഞ്ഞാൽ നമ്മൾ കിഴക്കുന്ന പടിഞ്ഞാറോട്ടാണ്. ഇത് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ് ഈ ഒരു കാറ്റ് വീശുന്നത് എന്നുള്ളതാണ്. ഇത് വലിയ അപകടകാരിയല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത്രയുമാണുള്ളത്. ഇനി നമ്മൾ 27/1 2018 ചോദിച്ചാൽ ഉഷ്ണമേഖല ചക്രവാതങ്ങളുടെ ഉത്ഭവവും വികാസവും വിശദീകരിക്കുക എന്നുള്ളതാണ്. ഇത് നേരത്തെ പറഞ്ഞല്ലോ, ഉഷ്ണമേഖല ചക്രവാതങ്ങൾ എങ്ങനെയാണ് രൂപപ്പെടുന്നത്, സെയിം ചോദ്യം തന്നെയാണ്. 27 അവസാനിപ്പിക്കുകയാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദാറ്റ് 2 തരം പ്രാദേശികവാദങ്ങളുടെ ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് എത്ര തവണയാണ് ഈ സീ ബ്രീസും ലാൻഡ് ബ്രീസും ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടൻറ് ഏരിയയിൽ നിന്നാണ് പ്രധാനമായും ഈ പാഠഭാഗത്തിലെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുക. നല്ലോണം റിപ്പീറ്റ് ചെയ്ത വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഈ പാഠഭാഗം നല്ലോണം വ്യക്തമാക്കുക. ഓക്കെ, താങ്ക് യു.